ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെയായിരുന്നു സംസ്ഥാന സർക്കാർ ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ അനുവദിച്ച് ഉത്തരവിറക്കിയത്. 2 ഗഡു പെൻഷൻ ലഭിക്കുമെന്ന വാർത്തകളെത്തിയെങ്കിലും 1 ഗഡു പെൻഷനായ 1600 രൂപയാണ് തിങ്കളാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഡിസംബർ 23 തിങ്കളാഴ്ച മുതലാണ് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 27 ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവരുടെ കൈകളിലേക്കുമായിരിക്കും ധനസഹായം എത്തുക. പെൻഷൻ ഗുണഭോക്താക്കളിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആ തുക കുറച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുന്നത്. 1200, 1300, 1400 എന്നിങ്ങനെയൊക്കെയായിരിക്കും അക്കൗണ്ടിൽ ഇവർക്ക് എത്തിച്ചേരുക. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ആ തുക എത്തിച്ചേരുന്നതാണ്. കുടിശ്ശികയായിരിക്കുന്ന ഗഡുക്കൾ 2025 തന്നെ തന്നു തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 മാസത്തെ ഗഡുക്കളായ 6400 രൂപയാണ് കുടിശ്ശികയായി നിലനിൽക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കുടിശ്ശിക പെൻഷനൊക്കെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഡിസംബർ 23 തിങ്കളാഴ്ച ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിപ്പ്. അക്കൗണ്ടിൽ തുക ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും ക്രിസ്മസിന് മുൻപായി തന്നെ തുക എത്തുവാൻ സാധ്യതയുണ്ട്. വീടുകളിൽ നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് ന്യൂ ഇയറിന് മുൻപായി തുക എത്തുന്നതായിരിക്കും. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിലവിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധനകളൊക്കെ നടന്നുവരികയാണ്. അത്തരത്തിൽ അനർഹമായി പെൻഷൻ വാങ്ങുന്നവർക്ക് സ്വമേധയാ പദ്ധതിയിൽ നിന്ന് മാറുവാനുള്ള അവസരമാണിപ്പോഴുള്ളത്. 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുള്ളവർ, വീട്ടിൽ ഒരു മുറിയിലെങ്കിലും AC ഉള്ളവർ, സ്വകാര്യ ആവശ്യത്തിന് 4 ചക്ര വാഹനമുള്ളവർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലിയുള്ളവർ, സർവീസ് പെൻഷനർ, ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവർക്കൊന്നും ക്ഷേമ പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല. ഈ മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. അതിനാൽ ഈ ഭൗതിക നിലവാരങ്ങളുണ്ടായിട്ടും പെൻഷൻ വാങ്ങുന്നവർ അവരുടെ പഞ്ചായത്തുകളിലെത്തി ഇക്കാര്യങ്ങൾ അറിയിച്ചാൽ ഇളവുകളോടെ പദ്ധതിയിൽ നിന്ന് പുറത്താകുവാൻ സാധിക്കും. അല്ലാത്തപക്ഷം പരിശോധനകളിലൂടെ ഇവർ പിടിക്കപ്പെട്ടാൽ 18% പലിശയടക്കം വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ടി വരുന്നതാണ്. അനർഹമായി ആനുകൂല്യം വാങ്ങുന്നവർ അവരുടെ പഞ്ചായത്തുകളിലെത്തി ഇക്കാര്യങ്ങൾ അറിയിക്കുക. പഞ്ചായത്തുകളിലും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ എത്തിക്കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.